നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളത്തെ വേറെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താകുന്നുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ആണ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, കോൺസ്റ്റൻ്റ് ഹെഡും ഫോളിങ് ഹെഡും വരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കോൺസ്റ്റൻ്റ് ഹെഡാണ് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ കോൺസ്റ്റൻ്റ് ഹെഡാണോ ഫോളിങ് ഹെഡാണോ എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. അവിടെ ഹെഡുകൾ രണ്ട് ഹെഡ് പറയുകയാണെങ്കിൽ അത് ഫോളിങ് ഹെഡ് ആയിക്കാരം. ഒറ്റ ഹെഡാണ് പറയുന്നത് വെച്ചാൽ അത് കോൺസ്റ്റൻ്റ് ഹെഡ് പെർമിയബിലിറ്റി ആയിരിക്കും. ഇവിടെ ഒറ്റ ഹെഡ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താണ് കോൺസ്റ്റൻ്റ് ഹെഡ് പെർമിയബിലിറ്റി ആണ്. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ കാരണം ഫാളിങ് ഫ്രം വൺ ഹെഡ് ടു സെക്കൻഡ് വൺ അങ്ങനെ പറയും. ഇത്ര എം എം ഇത്ര എം എമ്മിലേക്ക് മാറുന്നു എന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഫോളിങ് ഹെഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കോൺസ്റ്റൻ്റ് ഹെഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതുക. എന്തെയ്യുന്നു, കെ ഈസ് ഈക്വൽ ടു ക്യു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എച്ച് ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ വാല്യൂസ് ഒക്കെ തന്നെ സെൻറ്റിമീറ്ററിലാണ് തന്നത്. നമുക്ക് ആൻസർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, സെൻറ്റിമീറ്റർ സെക്കൻഡ് ഈ രണ്ടെണ്ണം പുറത്ത് വെക്കാം. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്, 20 സെൻറ്റിമീറ്റർ ലോങ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് എത്ര, എൽ ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. പിന്നെ നെക്സ്റ്റ് വൺ ഡയമീറ്റർ 8 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഏരിയ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു 5/4 ഇൻറ്റു ഡി സ്ക്വയർ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 5/4 ഇൻറ്റു 8 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 50.26 കിട്ടും. 50.26 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ വേറെ തന്നിട്ടുള്ളത് 15 മിനിറ്റ്സ്. ടി ഈസ് ഈക്വൽ ടു 15 മിനിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. 15 മിനിറ്റ്സ് അതായത് അപ്പോൾ നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റാം. അപ്പോൾ 15 ഇൻറ്റു 1 മിനിറ്റ് 60 സെക്കൻഡിൽ. അപ്പോൾ 15 ഇൻറ്റു 60 ചെയ്യുമ്പോൾ 900 സെക്കൻഡ് കിട്ടി. പിന്നെ നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഹെഡ് 1 മീറ്റർ ഹെഡാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 1 മീറ്റർ ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത് എന്താണ്, എല്ലാതും ചെയ്യുന്നത് എന്താണ്, സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ 1 മീറ്റർ പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. കെ ഈസ് ഈക്വൽ ടു ക്യൂവും കൂടി ഉണ്ട്. ക്യൂ എന്ന് പറയുമ്പോൾ എത്ര ആയിരുന്നു, ക്വസ്റ്റ്യനിൽ ക്യൂ എത്ര തന്നിട്ടുള്ളത്, 1200 സി സി തന്നിട്ടുണ്ട്. 1200 സി സി എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ നമുക്ക് എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുക, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ തന്നെ കെ ഈസ് ഈക്വൽ ടു ക്യു എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു എച്ച് ഇൻറ്റു ടി എന്ന് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കുക. എന്താണ് യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. യൂണിറ്റ് എന്താണ് സെൻറ്റിമീറ്ററിലാക്കുക, എല്ലാം സെൻറ്റിമീറ്റർ ആണോ നോക്കുക. അതുപോലെ ടൈം ഉണ്ടാകുമ്പോൾ അത് സെക്കൻഡിലാണോ നോക്കുക. ഫസ്റ്റ് കെ എന്താണ്, കെ ഈസ് ഈക്വൽ ടു ക്യൂ നമുക്കറിയാം 1200, ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ നമുക്ക് എത്ര കിട്ടി, 50.26 കിട്ടി, ഇൻറ്റു എച്ച് 1 മീറ്റർ ഹെഡാണ്. അപ്പോൾ 100, പിന്നെ അതുപോലെ ടി 900. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എത്ര കിട്ടും, 5.306 ഇൻറ്റു 10⁻³ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാവരും എക്സാമിന് മസ്റ്റ് ആയാലും ഇത് പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യും കേട്ടോ.